പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇപ്പോഴെന്തുകൊണ്ടാണ് പാസ്പോർട്ട് ഒരു യാത്രാരേഖ മാത്രമാണെന്ന് കേന്ദ്ര സർക്കാർ പറഞ്ഞത്? അതങ്ങ് ചുമ്മാ പറഞ്ഞൊന്നുമല്ല കേട്ടോ. അങ്ങനെ വിശ്വസിക്കാൻ ഒരു ന്യായവുമില്ല. കാരണം എന്താ, കഴിഞ്ഞ 13 വർഷമായി നമ്മൾ പാസ്പോർട്ട് ദിവസം ആചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴൊന്നും ഇങ്ങനെ ഒരു പ്രസ്താവന കേന്ദ്ര സർക്കാർ നടത്തിയിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ഈ പ്രസ്താവനയുടെ കോണ്ടെക്സ്റ്റ് ആണ്, അതിന്റെ സാഹചര്യമാണ് നമ്മൾ ആദ്യം പരിശോധിക്കേണ്ടത്. നോക്കൂ, ആരാണ് ഇന്ത്യയിലെ പൗരന്മാർ എന്ന ചർച്ച വളരെ സജീവമായി നടന്നത് കഴിഞ്ഞ വർഷമാണ്. അത് വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ടായിരുന്നു, SIR നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ടായിരുന്നു. വോട്ടർ പട്ടികയിൽ പേര് ചേർക്കണമെങ്കിൽ നമ്മൾ ഈ രാജ്യത്തെ പൗരന്മാരാണ് എന്ന് തെളിയിക്കണം. ഇതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്നോടും നിങ്ങളോടും ആവശ്യപ്പെട്ടത്. എന്നാൽ നമ്മളെല്ലാം അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയത് പൗരത്വത്തിന്റെ രേഖയായി ആധാറിനെ കണക്കാക്കില്ല എന്ന് കമ്മീഷൻ പറഞ്ഞപ്പോഴാണ്. ഞാൻ ഇന്ത്യക്കാരനാണ് എന്ന് തെളിയിക്കുന്ന അടിസ്ഥാന രേഖയാണ് എൻ്റെ കയ്യിലുള്ള ആധാർ എന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. അങ്ങനെയാണ് നമ്മൾ എല്ലാവരും വിചാരിച്ചിരുന്നത്. അപ്പോഴാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആധാറിനെ തള്ളി പറഞ്ഞത്. പിന്നെ സുപ്രീം കോടതി ഇടപെട്ടാണ് കേട്ടോ ആധാറിനെ ആധികാരികമാക്കിയത്. എന്തായാലും ഇപ്പോഴത്തെ സ്ഥിതി എന്താണ്? ആധാർ കാർഡ് പൗരത്വ രേഖയല്ല, വോട്ടർ ID കാർഡ് പൗരത്വ രേഖയല്ല, പാൻ കാർഡ് പൗരത്വ രേഖയല്ല, റേഷൻ കാർഡ് പൗരത്വ രേഖയല്ല. ഇപ്പോഴിതാ പാസ്പോർട്ടും പൗരത്വ രേഖയല്ലാതായി മാറിയിരിക്കുകയാണ്. വോട്ടർ ID കാർഡ് എന്ന് പറയുന്നത് വോട്ട് ചെയ്യാൻ മാത്രമുള്ളതാണ്. റേഷൻ കാർഡ് എന്ന് പറയുന്നത് റേഷൻ വാങ്ങാൻ മാത്രമുള്ളതാണ്. പാസ്പോർട്ട് യാത്രാരേഖ മാത്രമാണ്. ചുരുക്കത്തിൽ നമ്മളുടെ കയ്യിൽ ഇപ്പോഴിരിക്കുന്ന ഒരു രേഖയും നമ്മുടെ പൗരത്വം തെളിയിക്കാനുള്ള ആധികാരിക രേഖയല്ലാതായി മാറിയിരിക്കുന്നു എന്നർത്ഥം. ഇതെല്ലാം നമ്മുടെ സർക്കാരാണ് കേട്ടോ നമുക്ക് തന്നത്. അതേ സർക്കാരാണ് ഇതിനെയൊക്കെ തള്ളി പറഞ്ഞിരിക്കുന്നത്. അതിന് പറയുന്ന ന്യായമാണ് ഏറ്റവും വിചിത്രമായിരിക്കുന്നത്. ഈ രേഖകളെല്ലാം ഫ്രോഡ് കാണിച്ചും അതുപോലെ കൈക്കൂലി കൊടുത്തുമൊക്കെ നമുക്ക് നേടാമെന്നാണ് സർക്കാർ പറയുന്നത്. അത് ആരുടെ കുഴപ്പമാണെന്നേ? ഒരു രേഖ വ്യാജമായി ഉണ്ടാക്കാൻ കഴിയുന്നതാണെങ്കിൽ, ഒരു പാസ്പോർട്ട് കാശ് കൊടുത്ത് കൈക്കൂലി കൊടുത്ത് വാങ്ങാൻ കഴിയുന്നതാണെങ്കിൽ അത് സിസ്റ്റത്തിന്റെ പ്രശ്നമാണ്. അത് കറക്റ്റ് ചെയ്യേണ്ടത് സർക്കാരിന്റെ ഉത്തരവാദിത്തമാണ്. ആ ഉത്തരവാദിത്തമാണ് ഇപ്പോൾ നമ്മുടെയൊക്കെ തലയിലായിരിക്കുന്നത്. ഇതാണ് സംഭവിച്ചിരിക്കുന്നത്. അതെന്തുമാകട്ടെ, എന്താണ് ഇപ്പോൾ ഇങ്ങനെ ഒരു വെളിപ്പെടുത്തലുമായി രംഗത്ത് വരാൻ സർക്കാരിനെ പ്രേരിപ്പിച്ചത്? അതാണല്ലോ നമ്മൾ അന്വേഷിക്കുന്നത്. അതിലാണ് BJP യുടെയും കേന്ദ്ര സർക്കാരിന്റെയും രാഷ്ട്രീയ അജണ്ട കൃത്യമായും ഉള്ളടങ്ങിയിരിക്കുന്നത്.